ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്സാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 4 ഉരുളങ്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് തന്നെ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ ഉരുളങ്കിഴങ്ങെല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കുക്കർ എടുത്തിട്ടുണ്ട്, കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് തന്നെ ഉരുളങ്കിഴങ്ങിന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഉപ്പ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ 2 വിസിൽ വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഉരുളങ്കിഴങ്ങ് നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് തന്നെ ചൂടുള്ള സമയത്ത് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ചൂടോടെ തന്നെ ഉടച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. അപ്പോൾ നമ്മളുടെ ഉരുളങ്കിഴങ്ങ് നന്നായിട്ട് തന്നെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാനിവിടെ 2 ടീസ്പൂൺ കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനിവിടെ 2 ടീസ്പൂണ് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഉരുളങ്കിഴങ്ങ് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അരിപ്പൊടിയും കോൺഫ്ലവറൊക്കെ കൂട്ടി കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ മല്ലിയില ചേർക്കുമ്പോൾ കുറച്ചധികം ചേർത്ത് കൊടുക്കാം. പിന്നെ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ കുറച്ച് ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ കശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കായപ്പൊടി കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഈ അരിപ്പൊടിയൊക്കെ കട്ട കുത്തി എടുക്കുന്നുണ്ടാവും. അപ്പം നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ സമയത്ത് ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് എരിവ് അധികം വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുരുമുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ അവർ തീർച്ചയായിട്ടും പാത്രം പെട്ടെന്ന് കാലിയാവും കേട്ടോ. ഉരുളങ്കിഴങ്ങ് ഒന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ അവരെന്തായാലും കഴിക്കും. കുട്ടികളും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഷേപ്പ് വേണമെങ്കിൽ പല ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുക. ഞാനിവിടെ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ മാവ് ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതിയാവും കയ്യിൽ. അത് നന്നായിട്ട് തന്നെ ഉരുട്ടിയെടുക്കുക. ഞാനിവിടെ ഓരോന്നോരോന്നായിട്ട് ഉരുട്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും പിന്നെ ബെല്ലൈക്കൺ കൂടെ അമർത്താനും മറക്കല്ലേ. ഞാനിവിടെ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ആണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം ഈ സ്നാക്സ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീ അധികം കൂട്ടി വെക്കാനും പാടില്ല, നന്നായിട്ട് കുറച്ച് വെക്കാനും പാടില്ല. ഒരു മീഡിയം ലെവലിൽ തന്നെ തീ വെക്കണം. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. പിന്നെ ഉള്ളൊന്നും വേവാതാവും കിട്ടുക. പിന്നെ ഞാനിവിടെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കളർ ഇങ്ങനെ മാറി വരുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു അടിപൊളി സ്നാക്സാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. അപ്പം നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന്
ചൂടായിട്ട് മാത്രം ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ സ്നാക്സ് ഇങ്ങനെ പൊട്ടിപ്പോരും. പിന്നെ അടുപ്പിച്ചിട്ട് കൊടുക്കുന്നത് കുറച്ച് വിട്ടിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്നാക്സ് ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്, കളറെല്ലാം ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഞാനിവിടെ അടുത്ത കൂടെ ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മളുടെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ്. അധികം താമസമൊന്നുമില്ല, മിനിറ്റുകൾ കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ തന്നെ ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.